അടുത്ത ഡു വൈലാണ്. ഡു വൈൽ എന്ന് പറയുമ്പോൾ ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ് ഡു വൈൽ. ഇപ്പൊ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ തെറ്റായാലും ശരിയായാലും ഒരു തവണയെങ്കിലും ലൂപ്പ് എക്സിക്യൂട്ട് ആവും. കണ്ടീഷൻ ശരിയായാലോ തെറ്റായാലോ ഒരു തവണയെങ്കിലും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എൻട്രി കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ ലൂപ്പ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. പക്ഷെ എക്സിറ്റ് കൺട്രോൾ നേരെ തിരിച്ചാണ്. കണ്ടീഷൻ ശരിയാവണമെന്നില്ല, പക്ഷെ ആദ്യത്തെ ഒരു തവണയെങ്കിലും അത് എക്സിക്യൂട്ട് ആവും. ആദ്യത്തെ ഒരു തവണ അത് കറങ്ങിയിരിക്കും, മീൻസ് ആ ലൂപ്പ് വർക്കായിരിക്കും. അത് കണ്ടീഷൻ തെറ്റായാലോ ശരിയായാലും അതതിനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അതാണ് ഡു വൈലിന്റെ ഒരു പ്രത്യേകത. അപ്പൊ വർക്കിംഗ് ഒക്കെ ഏതാണ്ട് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും പോലെ തന്നെയാണ് വർക്കിംഗ് ഒക്കെ. ജസ്റ്റ് എന്റെ ഒരു ഫ്ലോ പോണ രീതി ഒന്ന് വ്യത്യാസമൊന്നും വരത്തേ ഉള്ളൂ. കാരണം കണ്ടീഷൻ ഏറ്റവും താഴെയാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഫോർ ലൂപ്പിന്റെ ആയാലും വൈൽ ലൂപ്പിന്റെ ആയാലും കണ്ടീഷൻ തുടക്കത്തിൽ തന്നെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും, എന്നിട്ടേ ബോഡി എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഡൂബലിനകത്ത് വരാൻ നേരത്തെ കണ്ടീഷൻ ഏറ്റവും താഴെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു തവണ കണ്ടീഷൻ തെറ്റായാലും ശരിയായാലും എക്സിക്യൂട്ട് ആവുന്നത്. കാരണം ആദ്യത്തെ ഒരു തവണ കറങ്ങാൻ നേരത്തെ കണ്ടീഷനിൽ എത്തത്തില്ല, പിന്നെ കറങ്ങാൻ നേരത്തെ കണ്ടീഷനിൽ വന്ന് എത്തത്തുള്ളൂ. അപ്പൊ സിന്റാക്സ് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഇൻസ്റ്റലൈസേഷൻ ചെയ്യുക, പിന്നെ ഡു എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, കോഡ് ബ്ലോക്ക് ഓഫ് കോഡ് എഴുതുക, അതിന്റെ താഴെ അപ്ഡേഷൻ നമ്മളെ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഏറ്റവും താഴെയാണ് വയലിനകത്ത് കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യുന്നത്. വയൽ കീവേഡ് യൂസ് ചെയ്യുക, അതിന്റെ കറസ്പോണ്ടിങ് കണ്ടീഷൻ എഴുതുക. അപ്പൊ നമുക്കൊരു കോഡ് എഴുതി നോക്കാം. നേരത്തെ എക്സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം. ഇപ്പൊ ലെറ്റ് എ ഈസ് ഈക്വൽ ടു 0, എന്നിട്ട് ഡു കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, കൺസോൾ ലോഗിനകത്ത് നമുക്ക് ബാക്ക് ടിക് ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ സിംഗിൾ കോഡ്സ് അല്ല, ഒരു സ്ലാഷ് കണക്കുള്ള സാധനമാണ്. നമ്മളെ കീബോർഡിൽ എസ്കേപ്പ് കീര തൊട്ട് താഴെയും ടാബ് കീര തൊട്ട് മേലുള്ളതാണ് ബാക്ക് ടിക്സ് കീ. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം ഹലോ വേൾഡ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എ എന്നുള്ള വേരിയബിളും കൂടി ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാം. ഡോളർ കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഏത് വേരിയബിൾ ആണ് പ്രിന്റ് ചെയ്യാനുള്ള ആ വേരിയബിൾ കൊടുക്കാം എ. എന്നിട്ട് തൊട്ട് താഴെ എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം, അപ്ഡേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. A++ അപ്ഡേഷൻ സെറ്റ് ചെയ്ത് കൊടുത്ത്, എന്നിട്ട് ഇതിന്റെ താഴെയാണ് വൈല് കണ്ടീഷൻ എഴുതുന്നത്, A greater than 3. ഓക്കെ, നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഔട്ട്പുട്ട് വന്ന് ഹലോ വേൾഡ് 1, ഹലോ വേൾഡ് 0, ഹലോ വേൾഡ് 1, ഹലോ വേൾഡ് 2. നമ്മൾ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വർക്കിങ്ങും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം എന്ത് ചെയ്ത് ഈ ലൈനിൽ വന്നിട്ട് ഒരു മെമ്മറി കമ്പ്യൂട്ടറിൽ അലോക്കേറ്റ് ആക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു വാല്യൂ 0 എന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് നേരെ ലൂപ്പിനകത്ത് വരും. ലൂപ്പിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യും, ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞ് ലൂപ്പിന്റെ അവിടെ വന്നു. ലൂപ്പിനകത്ത് കണ്ടീഷൻ ഒന്നും ഫസ്റ്റ് ചെക്ക് ചെയ്യില്ല, അതുകൊണ്ട് ഡയറക്റ്റ് ബോഡിക്കകത്ത് കയറാൻ നേരത്തെ എന്ത് പറയും, കൺസോളിനകത്ത് എന്ത് ചെയ്യാൻ പറയും, ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ഹലോ വേൾഡ് ഏയുടെ വില എത്രയാണ്, എക്കകത്തിരിക്കുന്ന വില എത്രയാണ്, 0 എന്ന് പ്രിന്റ് ചെയ്ത്. എന്നിട്ട് എന്ത് ചെയ്യും, ഏയുടെ വില 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യാൻ പറയും. ഇപ്പൊ ഏയുടെ വില എത്രയായി, ഇപ്പൊ 1 ആയി. എന്നിട്ട് എന്ത് ചെക്ക് ചെയ്യാൻ പറയും, എന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ A<3, ഏയുടെ വില എത്രയാണ്, ഇപ്പൊ 1<3 ആണ് ഇപ്പൊ ഏയുടെ വില. ശരിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറയും, വീണ്ടും ബോഡിക്കകത്ത് കയറാൻ പറയും. അപ്പൊ ശരിയായത് ബോഡിക്കകത്ത് വീണ്ടും കയറുമ്പോ എന്ത് പറയും, വീണ്ടും ഹലോ വേൾഡ്. ഇപ്പൊ എക്കകത്തിരിക്കുന്ന വില എത്രയാണ്, 1 ആണ്. 1 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ എവിടെ വരും, താഴത്തെ ലൈനിൽ വരും. താഴത്തെ ലൈനിൽ എന്ത് പറയുന്നു, വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം, വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യാം. അപ്പൊ എന്താവും, ഏയുടെ വില എത്രയാവും, 2 ആവും. 2 ആയിട്ട് എന്തായിട്ട് വരും, നേരെ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, A<3. എക്കകത്തിരിക്കുന്ന വാല്യൂ 2 വീണ്ടും ശരിയായതുകൊണ്ട് എന്ത് ചെയ്യും, വീണ്ടും ബോഡി പോയിട്ട് എന്ത് ചെയ്യും, വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും ഹലോ വേൾഡ്. എക്കകത്തിരിക്കുന്ന വാല്യൂ 2 ആണ്. എന്നിട്ട് എന്ത് ചെയ്യും, നേരെ താഴത്തെ ലൈനോ കോഡിൽ വരും. താഴത്തെ ലൈനിൽ വന്നിട്ട് വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യും. ഏയുടെ വില 2 മാറി 3 ആയി. എന്നിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും, 3<3 തെറ്റായതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, നേരെ ലൂപ്പിന്റെ താഴെ പുറത്ത് വരും, അടുത്ത ലൈനിൽ വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടും. ഇനി നമുക്ക് തെറ്റായിട്ടുള്ള ലോജിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോഴും ആൻസർ കിട്ടുമല്ലോ നോക്കാം. അപ്പൊ തെറ്റായിട്ട് ലോജിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത്, എക്കകത്ത് ഡയറക്റ്റ് ഞാൻ എന്ത് ചെയ്ത് 3 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തു, അല്ലെങ്കിൽ പോട്ട് 5 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് റൺ ചെയ്യാം. ഇവിടെ കണ്ടീഷൻ നോക്കാൻ നേരത്ത് തെറ്റേ വരത്തുള്ളൂ. ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ ഒരു തവണയെങ്കിലും ലൂപ്പ് എക്സിക്യൂട്ടായി. ആദ്യത്തെ 5 എന്ന് എക്സിക്യൂട്ടായി, പിന്നെ ലൂപ്പ് കറങ്ങിയില്ല. അപ്പൊ നമ്മളിവിടെ കൊടുക്കുന്ന കണ്ടീഷൻ തെറ്റാണ്. ഇവിടെ കണ്ടീഷൻ വരാൻ നേരത്ത്
ഇവിടെ കണ്ടീഷൻ വരാൻ നേരത്ത് എ എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷൻ അതിനകത്ത് 5 എന്നുള്ള വാല്യൂ സെറ്റ് ചെയ്ത് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാൻ പറയും. അതാണ് ഹലോ വേൾഡ് എക്കകത്ത് ഇപ്പൊ എത്രയാണ് ഇരിക്കണം, 5 പ്രിന്റ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് എനെ കൂട്ടി ഇൻക്രിമെന്റ് ആക്കി. അപ്പൊ എനെ ഇൻക്രിമെന്റ് ആക്കി 6 ആക്കി. എന്നിട്ട് എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. എക്കകത്തിരിക്കുന്ന വില എത്രയാണ്, 6 <3. ഫാൾസ് ആണ്, തെറ്റാണ്. കാരണം 3നേക്കാളും ചെറുതല്ല 6, 6 ഫാൾസ് ആണ്. പക്ഷെ ഫാൾസ് ആയിട്ട് പോലും ഒരു തവണ എന്ത് ചെയ്ത് ലൂപ്പ് എക്സിക്യൂട്ട് ആയി. അപ്പൊ ഇതാണ് ഡു വൈലിന്റെ ഒരു പ്രത്യേകത. കണ്ടീഷൻ ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുക. അത് കണ്ടീഷൻ തെറ്റായാലും ശരിയായാലും ആദ്യത്തെ ഒരു ഐട്രേഷൻ ഇത് ചെയ്തിരിക്കും. അതാണ് ഡു വൈലിന്റെ പ്രത്യേകത. അതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പിന്റെ ഒക്കെ പ്രത്യേകത. എൻട്രി കൺട്രോൾ ലൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമേ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ആദ്യത്തെ തവണ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും കണ്ടീഷൻ ശരിയാവണം. പക്ഷേ എക്സിറ്റ് കൺട്രോളിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. ആദ്യത്തെ ഒരു തവണ ലൂപ്പ് കറങ്ങാൻ കണ്ടീഷൻ അവർ നോക്കത്തില്ല. തെറ്റായാലും ശരി ട്രൂ ആയാലും ശരി നോക്കത്തില്ല, ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യും. അതിന്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുന്നത് ആദ്യത്തെ തവണ കണ്ടീഷൻ ചെക്ക് ചെയ്തേക്കുന്നത് ഏറ്റവും താഴെയാണ്, പിന്നെ ആ ഒരു ഫ്ലോയിൽ വരും. അതാണ് ആദ്യത്തെ ഒരു തവണ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പൊ ഇതാണ് ഡു വൈൽ, ഇതാണ് അതിന്റെ ഏകദേശം പെർഫോമൻസ്.